ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. വനമേഖലയോട് ചേർന്ന് പതിറ്റാണ്ടുകളായി താമസിക്കുകയും കൃഷിയിലൂടെ ഉപജീവനമാർഗം കണ്ടെത്തുകയും ചെയ്യുന്ന സാധാരണക്കാരായ ജനങ്ങളെ ശത്രുതാ മനോഭാവത്തോടുകൂടിയാണ് സർക്കാർ കാണുന്നത് എന്ന് KPCC സെക്രട്ടറി A. പ്രസാദ് ആരോപിച്ചു. അവിടുത്തെ കർഷകർക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കും വലിയ ഭീതിയിലാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. അവരുടെ കാർഷികമായ വിളകളൊക്കെ തന്നെ ആനകൾ വന്ന് നശിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളൊക്കെ തന്നെ വളരെ കുറെ നാളുകളായി ആനയുടെ ആക്രമണത്തെ പറ്റി, അതുപോലെ തന്നെ ഈ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തെ പറ്റിയൊക്കെ തന്നെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ അതിന് നടപടിയെടുക്കേണ്ട സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ വനംവകുപ്പും നോക്കുകുത്തിയായി നിൽക്കുന്നു എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് നമുക്ക് കണക്കാക്കുകയാണ്. നമുക്കറിയാം, കാലത്ത് ജനങ്ങൾ പ്രഭാത സവാരിക്ക് പോലും പോകാൻ ഭയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ കഴിയുന്നു. സ്വാഭാവികമായും കുതിരാൻ അടിപ്പാത വന്നപ്പോൾ അതിന് കൃത്യമായൊരു DPR ഉണ്ടായിരുന്നു. ആ പ്രദേശങ്ങൾ ചിമ്മിനിയിൽ നിന്നും അതുപോലെ തന്നെ ചാലക്കുടി പ്രദേശങ്ങളിൽ നിന്നും വന്യജീവികൾ മച്ചാട് വനമേഖലയിലേക്ക് കടക്കുമെന്ന കൃത്യമായ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. ആ നിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, മറ്റേ അടിപ്പാത വന്നപ്പോൾ അടിപ്പാത തുറന്നു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അത്തരത്തിലുള്ള വന്യജീവികൾ ഈ മേഖലയിലേക്ക് കടക്കുന്നതിന് ഫെൻസിംഗ് നടത്തണമെന്ന് കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു. ആ നിർദ്ദേശങ്ങളൊക്കെ തന്നെ കാറ്റിൽ പരത്തിക്കൊണ്ട് സ്വൈരമായി മറ്റേ വന്യമൃഗങ്ങൾക്ക് ഈ പ്രദേശങ്ങളിൽ വരാനുണ്ടായ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് വനംവകുപ്പാണ്. വന്യമൃഗങ്ങളുടെ വർദ്ധിച്ചുവരുന്ന ശല്യം കാരണം കൃഷി ഉപേക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യത്തിന് പുറമെ മനുഷ്യജീവന് ഭീഷണിയാകുന്ന തരത്തിൽ വന്യജീവി ആക്രമണം ശക്തമായിരിക്കുകയാണ്. ഇതിനു പുറമെയാണ് പുതിയ വന നിയമം നടപ്പിലാക്കാൻ പോകുന്നത്. ജനങ്ങളെ ചേർത്ത് നിർത്തുന്നതിന് പകരം അവരെ ഒറ്റപ്പെടുത്താനാണ് സർക്കാരും ഉദ്യോഗസ്ഥരും ശ്രമിക്കുന്നത് എന്നും പ്രസാദ് പറഞ്ഞു. വന്യജീവി ആക്രമണത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കുക, കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുക, ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും അനാസ്ഥ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി NR സതീശൻ മുഖ്യപ്രസംഗം നടത്തി. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി PN വൈശാഖ്, SSA ആസാദ്, ജയൻ മംഗലം, സന്ധ്യ കൊടക്കാടത്ത്, K പ്രകാശൻ, PS രാധാകൃഷ്ണൻ, ബിജു കൃഷ്ണൻ, KK അബൂബക്കർ, MH ഷാനവാസ്, N ഗോപാലകൃഷ്ണൻ, ഫിലിപ്പ് ജേക്കബ് എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് CCV.